വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഒരു ഹെയർ ബോ മേക്കിങ്ങിൻ്റെ വീഡിയോ തന്നെയാണ് കാണിക്കുന്നത്. നമുക്കിത് കസ്റ്റമൈസേഷനായിട്ട് വന്നതാണ് കേട്ടോ. ഒരു കളർ കോമ്പിനേഷനിൽ അങ്ങനെ വന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് അത് വീഡിയോയിലും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതിൻ്റെ ഹെയർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു കളർ വെച്ചിട്ട് മാത്രമായിട്ടാണ് ഹെയർ ക്ലിപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് 2 കളർ വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു ക്യാൻവാസിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതിപ്പോൾ ഓരോ പെറ്റൽസ് പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ പെറ്റൽസായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇതിപ്പോൾ ഫുള്ള് ഒരു റൗണ്ടിൽ നമുക്ക് ഇത് കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ക്യാൻവാസാണ്. അപ്പോൾ ഇതിനൊരു 8 എണ്ണം വേണം. ഈ ഒരു റൗണ്ട് ഫുള്ളും ഒട്ടിക്കണമെങ്കിൽ 8 പീസ് വേണം. അപ്പോൾ ഒരു കളറ് ഒരു പീച്ച് കളറ് 4 എണ്ണവും ഒരു യെല്ലോ ഷെയ്ഡ് പോലത്തെ അതും 4 എണ്ണം, അങ്ങനെ 8 പീസാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഓരോന്നും അതിൻ്റെ പെറ്റൽസിലും കൂടി ഒട്ടിയിരിക്കണം കേട്ടോ. എന്നാലേ ആ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. നമ്മൾ കറക്റ്റ് നേരെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഫിനിഷിങ് ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതിലും നല്ലത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്, ഓരോന്നിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഓരോ പീസ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഈ ഒരു രീതിയിലാട്ടോ ഇതിൻ്റെ പെറ്റൽസ് വരുന്നത്. ഇനി ഗ്ലൂ ഒന്ന് നടുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു സെൻറ്റർ സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ ഒരു മെത്തേഡ് ഹെയർ ക്ലിപ്പ് നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഹെയർ ക്ലിപ്പ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ ഒരു കളർ കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. നേരത്തെ നമ്മൾ ഒരു കളർ വെച്ചിട്ട് മാത്രമായിരുന്നു ചെയ്തത്. ഇതിപ്പോൾ ഇങ്ങനെ 2 കളറും കൂടെ വെച്ച് ചെയ്തപ്പോൾ നല്ല രസം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാനൊരു ഹെയർ ക്ലിപ്പാണ് ചെയ്യുന്നത്, ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്ത് വെച്ചിരുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നേ. ഹെയർ ബോ ചെയ്യുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളത് വെച്ചിട്ടാണ് ഹെയർ ബോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഒന്ന് നല്ലപോലെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ലാവൻഡർ ഷെയ്ഡ് പോലത്തെ തന്നെ ഒരു ചെറിയൊരു ഫ്ലവറും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഹെയർ ബോയിലാകുമ്പോഴത്തേക്കും 2 എണ്ണം വെച്ച് കൊടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ചെറുതും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ക്യാൻവാസ് അതിലും കുറച്ചും കൂടെ ചെറിയൊരു ടൈപ്പ് ക്യാൻവാസാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിൽ എല്ലാ കളറും 4 എണ്ണം വെച്ചിട്ട് വേണ്ടായിരുന്നു. ഇതിൽ 3 എണ്ണം വെച്ചിട്ട് മതിയായിരുന്നു. അപ്പോൾ അത് മൊത്തം 6 എണ്ണം മതിയായിരുന്നു. 3 വൈറ്റും 3 ലാവൻഡറും. അങ്ങനെ ഇതും അതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ ഒട്ടിച്ച് ഇതും എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 2 ഫ്ലവറും കൂടെ വെച്ചിട്ട് ഹെയർ ബോ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് ബ്ലാക്കിൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹെയർ ക്ലിപ്പ് ബ്ലാക്കിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ബ്ലാക്ക് സാറ്റിൻ ബോയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് മെറ്റൽ ബോയിൽ ചെയ്യാം. ഇത് തന്നെ അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചെടുക്കാം, ടിക് ടാക്കിൽ ഒട്ടിച്ചെടുക്കാം, അതുപോലെ നൈലോൺ ബാൻഡില്ലേ അതിലും ഒട്ടിച്ചെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിലും ഒരു സെൻറ്റർ സ്റ്റോൺ തന്നെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. ഇതുപോലെ തന്നെ. അപ്പം നേരത്തെ നമ്മൾ ചെയ്തതിലും ഒരു ചെറിയ ഫ്ലവർ, നേരത്തെ 8 എണ്ണം ഉണ്ടായിരുന്നു, ഇത് 6 എണ്ണം, ഇങ്ങനെ 2 എണ്ണമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സാറ്റിൻ ബോയിൽ ഒട്ടിച്ചെടുക്കാം. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. കുറേ പേര് നമ്മളോട് സിമ്പിളായിട്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നിയിട്ട് ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. നമ്മളോട് പറയാറുണ്ട് അങ്ങനെ വിചാരിച്ച് ചോദിക്കുന്നതാ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാം. അപ്പോൾ ചേച്ചി ഒരു ചെറിയൊരു കിറ്റ് ഒന്ന് സെറ്റാക്കി തരാമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇതൊരു കിറ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല വേറെ ഐറ്റംസും വെച്ചിട്ടുള്ള കിറ്റുണ്ട്. ഇതിപ്പോൾ ഇതിനകത്തൊരു സാറ്റിൻ ബോ, ക്യാൻവാസ്, പിന്നെ അത് ചെയ്യാനുള്ള നമ്മളിപ്പോൾ ചെയ്തെടുത്ത പോലത്തെ ഫ്ലവർ ചെയ്യാനുള്ളത്, സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുള്ള സെൻറ്റർ സ്റ്റോണ്, പിന്നെ ഗ്ലൂ നമ്മളിവിടെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കുറേ പേരുടെ കയ്യിൽ ഗ്ലൂ ഉണ്ട്, ഗ്ലൂ മിക്കവരുടെ കയ്യിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഗ്ലൂ വേണമെന്നുള്ളവർക്ക് സെപ്പറേറ്റ് വാങ്ങാം കേട്ടോ.
അപ്പം അതും കിറ്റ് നമ്മുടെ കയ്യിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ ഒരു ഐറ്റംസ് മാത്രമല്ല, വേറെ കുറച്ച് ഐറ്റംസും അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിക്കുന്നതും ടിക് ടാക്കിൽ ഒട്ടിക്കുന്നതും അങ്ങനെ കുറച്ച്, പിന്നെ ഹെയർ ബോ ചെയ്യുന്നതും ടൈപ്പ് സിമ്പിളായിട്ട് ചെയ്യാവുന്ന, ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റിയ ഒരു ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു കിറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ ഫ്ലവർ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. താഴെ ഒട്ടിച്ചെടുത്ത ക്യാൻവാസിൻ്റെ മുകളിലായിട്ട് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഞാനൊരു സൈഡിലായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് നമ്മൾ സെൻറ്ററിൽ വന്നാലും ഭംഗി കാണത്തില്ലല്ലോ, ഒരു സൈഡിൽ ചെയ്താലാണ് ആ ഒരു ഭംഗി തോന്നത്തുള്ളൂ. ഇത് ഞാനത് ഹെയർ ക്ലിപ്പ് ചെയ്ത് ഒട്ടിച്ചെടുത്ത കേട്ടോ, അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചെടുത്ത. അവർക്ക് ഹെയർ ക്ലിപ്പും വേണമായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കളറ് നമ്മളോട് ഒരു പീച്ച് കളർ വേണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ പീച്ച് കളറിന് ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് ആ ഒരു എല്ലാം കൂടെ വെച്ചിട്ട് എടുത്തപ്പം കുറച്ചും കൂടെ ഭംഗി തോന്നിയായിരുന്നു. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബോയും ഹെയർ ക്ലിപ്പും ഒക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. കിറ്റ് വേണമെന്നുള്ളവർക്ക് കിറ്റായിട്ട്, അല്ലാതെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാനും പറ്റും കേട്ടോ. ഞാനിപ്പം എൻ്റെ മോൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അത് കണ്ടിട്ട് കുറേ പേര് ഇപ്പം നമുക്ക് ഓർഡർ തരുന്നുണ്ട് കേട്ടോ. അംഗൻവാടിയിൽ പോകുന്ന ഒരു ഏജ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ അംഗൻവാടിയിൽ പോകുമ്പോൾ അവിടുത്തെ മോളുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ ഇപ്പം അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം അതുപോലെ നമുക്കും ഓർഡേഴ്സൊക്കെ കിട്ടും. അപ്പം നിങ്ങൾക്കും കുട്ടികളുണ്ടെങ്കിൽ അതുപോലെ ഓർഡേഴ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. താങ്ക്